Today we are going to discuss about performance budgeting. So this is a type of budgeting and it can be understood as a system of presentation of public expenditure in terms of functions, programs, performance units like in the form of activities, projects, etc., reflecting primarily the government output and its cost. So performance budgeting is generally understood as a system of presentation of public expenditure. It is a system of presenting public expenditure. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലേ, ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ്, പ്രോഗ്രാംസ്, പെർഫോമൻസ് യൂണിറ്റ്സ്, in the like activities, projects, etc., reflecting primarily the government output and its cost. അപ്പം we are presenting the expenditure or government expenditure in terms of functions, programs and performance units. അതായത് വ്യത്യസ്തങ്ങളായ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഉണ്ടാവാം. അതായത് ഗവൺമെൻറ് ഫങ്ഷൻസ്, ഗവൺമെൻറ് പ്രോഗ്രാംസും ഗവൺമെൻറ് പെർഫോമൻസ് യൂണിറ്റ്സ് ഉണ്ടാവും. അതായത് ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്നതും ഗവൺമെൻറ് പ്രോജക്റ്റ് ഉൾക്കൊള്ളുന്നതുമായ പെർഫോമൻസ് യൂണിറ്റുകളുടെ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്പുട്ടും കോസ്റ്റും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഫങ്ഷൻസിൻ്റെയും പ്രോഗ്രാംസിൻ്റെയും പെർഫോമൻസ് യൂണിറ്റ്സിൻ്റെയും രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെ, അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ സിസ്റ്റം ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ്, പ്രോഗ്രാംസ്, പെർഫോമൻസ് യൂണിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ആക്ടിവിറ്റീസ്, പ്രൊജക്ട്സ്, എക്സെട്ര. അതായത് ഫങ്ഷൻസിൻ്റെ രൂപത്തിലും പ്രോഗ്രാംസിൻ്റെ രൂപത്തിലും പെർഫോമൻസ് യൂണിറ്റ്സിൻ്റെ രൂപത്തിലും. പെർഫോമൻസ് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഗവൺമെൻറ് പ്രോജക്ട്സ് ഉണ്ടാവാം, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഔട്ട്പുട്ടും കോസ്റ്റും ഒക്കെ ഉൾക്കൊള്ളുന്ന എക്സ്പെൻഡിച്ചർ രൂപത്തിൽ നമ്മൾ, പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ രൂപത്തിൽ നമ്മൾ ബജറ്റിനെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ ബജറ്റിനെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫോമൻസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഫങ്ഷൻസ്, ഗവൺമെൻറ് പ്രോഗ്രാംസ്, പെർഫോമൻസ് യൂണിറ്റ്സ് എന്നിവയുടെ രൂപത്തിൽ നമ്മൾ ഗവൺമെൻറ് ഔട്ട്പുട്ടിനെയും കോസ്റ്റിനെയും നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറായി അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫോമൻസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ this is a budget which presents the purpose and objectives for which funds are required. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഈ തരത്തിലുള്ള ഒരു പെർഫോമൻസ് ബജറ്റിൽ കൃത്യമായി എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയാണ് ഫണ്ട്സ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് പ്രൊപ്പോസ്ഡ്. നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് കുറേ ഏതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഈ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് പ്രപ്പോസ് ചെയ്യും. അപ്പോൾ ആ പ്രോഗ്രാംസ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ്, മാത്രമല്ല എന്താണ് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഡേറ്റ മെഷറിംഗ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് വർക്ക് പെർഫോംഡ് അണ്ടർ ഈച്ച് പ്രോഗ്രാം. അപ്പം ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനും നടപ്പിലാക്കി കഴിയുമ്പോഴും എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമായ ക്വാണ്ടിറ്റി ഡേറ്റ, അതൊക്കെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്താണ് ഓരോ പ്രോഗ്രാമിൻ്റെയും പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആദ്യം എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട്സ് ഉപയോഗിക്കുന്നതിനുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കും. ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് അനുസരിച്ച് അതിനകത്ത് എന്ത് പ്രസൻറ്റ് ചെയ്യും, ഈ ഓരോ പ്രോഗ്രാമിൻ്റെയും ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ പർപ്പസ് എന്താണ്, അതിനുവേണ്ടി എത്രയാണ് ഈ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടി എത്രയാണ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയാറുണ്ട്. മാത്രമല്ല ഈ വർക്ക് ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ ഈ ഓരോ പ്രോഗ്രാമിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന വർക്കിനെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, അതൊക്കെ കൃത്യമായി പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് പെർഫോമൻസ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ സാധാരണ പെർഫോമൻസ് ബജറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഓവറോൾ ബജറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫങ്ഷൻസ്. ഈ മൊത്തം ബജറ്റ് പല ഫങ്ഷൻസായിട്ട് തിരിച്ചിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ദ മേജർ പർപ്പസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മൊത്തം ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സോ മെനി ഫങ്ഷൻസ്. അപ്പോൾ ഗവൺമെൻറ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് ധാരാളം ഫങ്ഷൻസായിട്ട് ഗവൺമെൻറ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ബജറ്റിനെ ധാരാളം ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഫങ്ഷൻസിനെ വീണ്ടും നമ്മൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ മൊത്തം ബജറ്റിനെ നമ്മൾ
ഫങ്ഷൻസായി ഡിവൈഡ് ചെയ്യും. ആ ഫങ്ഷൻസിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നത് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ സബ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് ഓരോ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് ഗ്രാൻഡ് ചെയ്യും. അങ്ങനെയാണ് പെർഫോമൻസ് ബഡ്ജറ്റ്. അപ്പോൾ പെർഫോമൻസ് ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ ഹോൾ ബഡ്ജറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സോ മെനി ഫങ്ഷൻസ്, ആൻഡ് ദെൻ അഗെയിൻ ഇഫ് ദീസ് ഫങ്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു programs or activities, and accordingly funds are granted for doing specific activities or specific work. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് എന്നിട്ട് ഗ്രാൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So in the case of performance budgeting, the budget statement should indicate the actual achievement expected by a ministry over a period of time from certain amount of expenditure. അപ്പോൾ അതായത് ഒരു മിനിസ്ട്രി ഇത്ര രൂപ ചിലവഴിക്കൽ, അപ്പോൾ ഓരോ മിനിസ്ട്രിക്ക് നമ്മൾ ഇത്ര രൂപ വീതം നമ്മൾ ഇയർമാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് ആ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് പറയും എന്താണ് ഒരു മിനിസ്ട്രി ഒരു കാലഘട്ടത്തിൽ ഒരു മിനിസ്ട്രിയുടെ ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എത്രയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് ഇത്രയും എമൗണ്ട് ചിലവഴിക്കുമ്പോൾ അവരുടെ ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എത്രയായിരിക്കണം എന്നുള്ളത് കൃത്യമായി ഇതിൽ പറഞ്ഞിരിക്കും, ഈ പെർഫോമൻസ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ആ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടായിരിക്കും? ദാറ്റ് ഷുഡ് ഇൻഡിക്കേറ്റ് ദ ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എക്സ്പെക്റ്റഡ് ബൈ എ മിനിസ്ട്രി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഫ്രം സർട്ടൻ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു തുക സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ മിനിസ്ട്രിയിൽ നിന്നും എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആക്ച്വൽ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കും. അപ്പോൾ അത് ദാറ്റ് ബഡ്ജറ്റ് ഓർ പെർഫോമൻസ് ബഡ്ജറ്റ് ഫോക്കസസ് ഓൺ ദ സൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വെച്ചാൽ എന്താണ്, ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ കോസ്റ്റ് എന്താണ്, അത് നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ അതിൻ്റെ ചിലവെന്താണ്, അതിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ പെർഫോമൻസ് ബഡ്ജറ്റിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. Now we are going to discuss about the conditions for success of a performance budget. അപ്പോൾ പെർഫോമൻസ് ബഡ്ജറ്റ് നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഫോർ ദ സക്സസ് ഓഫ് എ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഈസ് വർക്ക് മാനേജ്മെൻറ്റ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. Work management and application of performance standards is the first condition which is necessary for the success of a performance budget. So that is the first condition, that is the installation of work measurement and the application of performance standards within the administrative agency. അപ്പോൾ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി ആണോ അപ്പോൾ അവിടെ എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം, വർക്ക് മെഷർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടാവണം. മാത്രമല്ല ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, മാത്രമല്ല ആ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുടെ പെർഫോമൻസിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ നിലവാരം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ്. സോ ദർ ഷുഡ് ബി ദ ഇൻസ്റ്റലേഷൻ ഓഫ് വർക്ക് മെഷർമെൻറ്റ്, വർക്ക് മെഷർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. മാത്രമല്ല ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വിത്തിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി, മാത്രമല്ല അതിൻ്റെ പെർഫോമൻസിൻ്റെ നിലവാരം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് all the agencies should be encouraged to devise and use the most suitable methods for a given program and more progressively towards higher levels of perfection. അപ്പോൾ ഓരോ ഏജൻസിയും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയെയും എന്ത് പ്രോത്സാഹിപ്പിക്കണം, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമിന് നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്യൂട്ടബിളായിട്ടുള്ള മെത്തേഡ്സ് ഏറ്റെടുക്കാൻ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയും തയ്യാറാവണം. അതിനുള്ള പ്രോത്സാഹനം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണം. മാത്രമല്ല കൂടുതൽ പെർഫെക്ഷൻ, കൂടുതൽ പൂർണ്ണത കൈവരിക്കുന്നതിന് ആവശ്യമായ ഏതൊക്കെ പ്രോഗ്രാംസ്, ഏതൊക്കെ മെത്തേഡ്സ് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയും ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും, പുരോഗതിയുടെ ഓരോ സ്റ്റേജിലും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയും ഏറ്റവും നല്ല സ്യൂട്ടബിളായിട്ടുള്ള മെത്തേഡ്സ്, ഓരോ പ്രോഗ്രാമിനും ഏറ്റവും യോജിച്ച തരത്തിലുള്ള പ്രോഗ്രാമിനും ഏറ്റവും യോജിച്ച തരത്തിലുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യണം. മാത്രമല്ല ഹയർ ലെവൽസ് ഓഫ് പെർഫെക്ഷൻ, കൂടിയ പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അതായത് അങ്ങനെ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലവാരം തീരുമാനിക്കപ്പെടുമ്പോൾ ഒരു മൊത്തം വർക്കിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. മൊത്തം വർക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പാസ്റ്റ് റെക്കോർഡ്സ്, ഇതേപോലുള്ള വർക്കിൻ്റെ ഭൂതകാലത്തിലെ റെക്കോർഡ്സൊക്കെ പരിശോധിച്ചതിന് ശേഷം വേണം ഏറ്റവും നല്ല യോജിച്ച രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ തീരുമാനിക്കേണ്ടത്. സോ വി ഷുഡ് ഡിറ്റർമിൻ ദ സ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ്സ്
based on a complete understanding of the nature of the work and past records of the similar work. അപ്പം വർക്കിൻ്റെ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണം. മാത്രമല്ല ഇതേ വർക്കിലുള്ള സിമിലർ വർക്ക് നേരത്തെ ഉണ്ടെങ്കിൽ അപ്പോൾ അതേ സിമിലർ വർക്കിൻ്റെ രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിന് ആവശ്യമായ സ്റ്റാൻഡേർഡുകൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായ വർക്ക് മാനേജ്മെൻറ്റും പെർഫോമൻസിനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സും നിലനിർത്തിക്കൊണ്ട് വേണം ഒരു പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നമ്മൾ ഏർപ്പെടുക്കാൻ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്ഫുള്ളായി നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനാണ് വർക്ക് മാനേജ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. And the second is record keeping along functional lines. Record keeping along functional lines. And that is the second important condition in the establishment of or in the for the success of this performance budgeting. So that is the second condition. So that is the establishment of record keeping along functional lines. We should keep the records. That is such records or such reports we are keeping that should indicate the variance between budgeted and actual cost. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡിനകത്ത് കൃത്യമായിട്ട് ആക്ച്വൽ കോസ്റ്റും അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ നീക്കിയിരുത്തുന്ന നമ്മൾ വകയിരുത്തുന്ന കോസ്റ്റും മാത്രമല്ല യഥാർത്ഥത്തിലുള്ള കോസ്റ്റും നമ്മൾ കൃത്യമായിട്ട് ആ വേരിയൻസ് എത്ര വ്യത്യാസമുണ്ട്. നമ്മളൊരു പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടി ഇത്ര കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, ബഡ്ജറ്റിൽ നീക്കി വെച്ചു. ആ ബഡ്ജറ്റിൽ നീക്കി വെച്ച കോസ്റ്റും അതുപോലെ ആക്ച്വലി ഉണ്ടാകുന്ന കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ് കൃത്യമായിട്ടും നമ്മൾ റെക്കോർഡ്സിനകത്ത് നമ്മൾ കാണിച്ചിരിക്കണം. മാത്രമല്ല അങ്ങനെ ഓരോ ആ രീതിയിൽ വർക്കിനെ കുറിച്ചുള്ള ബഡ്ജറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും കീപ്പ് ചെയ്യുന്നത് വഴി ഓരോ മാനേജ്മെൻറ്റിനും അവരുടെ നടപ്പിലാക്കിയ വർക്ക് അവർ നടപ്പിലാക്കാൻ പോകുന്ന വർക്കുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും അവർ എക്സ്പെക്റ്റ് ചെയ്ത കോസ്റ്റും ബഡ്ജറ്റിൽ നീക്കി വെച്ച കോസ്റ്റും കൂടെ നമ്മൾ അതിനുള്ള വേരിയൻസ് അതിനുള്ള വ്യത്യാസം കൃത്യമായിട്ട് നമ്മളതിൽ റെക്കോർഡ്സിനകത്ത് സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നത് വഴി ഒരു മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം ഏത് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വർക്കാണ് നമുക്ക് അവർക്ക് ചെക്ക് ചെയ്യാം. അവർ ഏറ്റെടുത്ത വർക്കും അവർ ഓൾറെഡി അവർക്ക് അസൈൻ ചെയ്ത വർക്കും തമ്മിലുള്ള അവർ ഓൾറെഡി ചെയ്ത വർക്കും അവർക്ക് അസൈൻ ചെയ്ത വർക്കും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ചെക്ക് ഓഫ് ചെയ്യാനായിട്ട് അത് സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പം വേരിയൻസ് ഉണ്ടാവും, രണ്ട് വർക്കും തമ്മിൽ വേരിയൻസ് ഉണ്ടാവും. ആ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ ബി ഐദർ റെമഡിയബിൾ ഓർ നോൺ റെമഡിയബിൾ ഫാക്ടേഴ്സ്. ഡ്യൂ ടു ഐദർ റെമഡിയബിൾ ഓർ നോൺ റെമഡിയബിൾ ഫാക്ടേഴ്സ്. ഈ വ്യത്യാസം ഉണ്ടാകുന്ന ആക്ച്വൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വേരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നോൺ റെമഡിയബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവാം, പരിഹരിക്കാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഈ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഇനി ഈ വ്യത്യാസം എന്ന് പറയുന്നത് വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു റെമഡിയൽ ഫാക്ടേഴ്സ്. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണെങ്കിൽ വി ഷുഡ് ടേക്ക് ടൈംലി ആൻഡ് സ്യൂട്ടബിൾ ആക്ഷൻ ടു എലിമിനേറ്റ് ദ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി, അതായത് ആക്ച്വൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ ഏറ്റെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൃത്യമായ രീതിയിലുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ട് ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൻ്റെ വിജയത്തിനായിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷൻ. അപ്പം there are two types of classification. There is budgeting and accounting classification. അപ്പം that is the third condition. The third condition for the success of performance budgeting is an adequate and proper accounting support. കൃത്യമായ ഒരു അക്കൗണ്ടിങ് സപ്പോർട്ട് ഉണ്ടാകും, കൃത്യമായ കണക്കുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അതായത് സാധാരണ ബഡ്ജറ്റിംഗ് ക്ലാസിഫിക്കേഷനും അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുവരും. ബഡ്ജറ്റിംഗ് ക്ലാസിഫിക്കേഷൻ, അക്കൗണ്ടിങ് ഇപ്പം ഇതിൽ സാധാരണ നമുക്ക് ബഡ്ജറ്റിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുടെ നമ്മൾ കണക്കുകൾ സൂക്ഷിക്കുമ്പോൾ അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇല്ലാതെ തന്നെ നമ്മൾ അക്കൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനാണ് ആക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേസമയം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ കണക്കുകൾ എടുക്കുന്നതിന് നമ്മൾ പറയുന്നത് ബഡ്ജറ്റിംഗ് സംവിധാനം, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, അക്രൂവൽ അക്കൗണ്ടിങ് ഉണ്ട്. അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു ട്രാൻസാക്ഷൻസ് നടക്കാത്ത സമയത്ത് തന്നെ, ഒരു കമ്പനിക്ക് ട്രാൻസാക്ഷൻസ് നടക്കാത്ത തന്നെ നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിനാണ് അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ് ഷുഡ് ബി യൂസ്ഡ് വെയർ എവർ അപ്രോപ്രിയേറ്റ്. നമുക്ക് ഏറ്റവും യോജിച്ച തരത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അക്രൂവൽ അക്കൗണ്ടിങ് തന്നെ ഉപയോഗിക്കണം. പക്ഷേ അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ കോസ്റ്റും എക്സ്പെൻസസും ഈ അസറ്റ്സിലും ലയബിലിറ്റീസിലൊക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ഇതിൻ്റെ ഒരു കമ്പനിയുടെ കോസ്റ്റിലും അസറ്റ്സിലും ഒക്കെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റീസിലും അസറ്റ്സിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ അക്രൂവൽ അക്കൗണ്ടിങ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ അക്രൂവൽ അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുന്നത് ഒരു 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 ഘട്ടം ഘട്ടമായി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ് ആണ് ഏറ്റവും നല്ലത്. അതായത് ട്രാൻസാക്ഷൻസ് നടക്കാത്ത സമയത്ത് തന്നെ കമ്പനിയുടെ അക്കൗണ്ടിങ് എടുക്കുന്നതിന് നമ്മൾ അക്രൂവൽ അക്കൗണ്ടിങ് എന്ന്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ് ആണ് ഏറ്റവും യോജിച്ചത്. പക്ഷേ ചില സമയത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു 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 അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുടെ ലയബിലിറ്റിയിലും അസറ്റ്സിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അക്രൂവൽ അക്കൗണ്ടിങ് ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് ഇതാണ് ദാറ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ ഇൻ എ ഫേസ്ഡ് മാനർ. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ് ചെയ്യുന്നതൊരു ഘട്ടം ഘട്ടമായിട്ട് വേണം ഏറ്റെടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എൻ ഇംപ്രൂവ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കൃത്യമായ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം. എന്നാലേ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും വാല്യൂ കണക്കാക്കാനും അവരുടെ പെർഫോമൻസിൻ്റെ കോസ്റ്റും അവർ ഏറ്റെടുത്ത പ്രോഗ്രാമിൻ്റെ കോസ്റ്റും അവരേറ്റെടുത്ത പ്രോഗ്രാം നടപ്പിലാക്കിയതിൻ്റെ ബെനിഫിറ്റും അല്ലെങ്കിൽ എത്രയ്ക്കാണ് അതിൻ്റെ അതിൽ നിന്നുണ്ടായ ഗുണങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ അക്കൗണ്ടിങ്. കൃത്യമായ ഒരു അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാൻ പറ്റും, അതിൻ്റെ പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ പെർഫോമൻസ് കോസ്റ്റും അവരുടെ അക്കംപ്ലിഷ്മെൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന അക്കംപ്ലിഷ്മെൻറ്റും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉണ്ടാവണം ദർ ഷുഡ് ബി എ പ്രോപ്പർ അക്കൗണ്ടിങ്. And the fourth important condition is organization for program management. There should be an organization for program management. ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. So another condition for the success of performance budgeting is that there must be an improved organization and program management to take full advantage of the data made available through performance reporting. അപ്പോൾ പെർഫോമൻസ് റിപ്പോർട്ടിങ്ങിലൂടെ കിട്ടുന്ന മൊത്തം ഡേറ്റയെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നല്ല ഒരു ഓർഗനൈസേഷൻ, നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടാവണം. അതായത് ഈ പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൻ്റെ ഫലമായി നമുക്ക് ലഭ്യമാകുന്ന ഡേറ്റ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഓർഗനൈസേഷൻ, നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടാവണം. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ, അതിന് പല ഓർഗൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഹയർ ഓർഗൻസ് ഉണ്ടാവും, ഹയർ അതോറിറ്റീസ് ഉണ്ടാവും. അവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഇത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സ്ഥിരമായ പരിശ്രമത്തിലൂടെ നമുക്ക് പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ പ്രൊസീജിയേഴ്സൊക്കെ, പുതിയ ടെക്നിക്സ് ഒക്കെ നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ലഭ്യമായ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ അനാലിസിസ് നടത്താനും, അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റെയും പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താനും അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ചിലവ് കുറയ്ക്കാനും കഴിയുള്ളൂ. അപ്പം ദാറ്റ് ഷുഡ് ബി ദ കോൺസ്റ്റൻറ്റ് എൻഡെവർ മീൻസ് പരിശ്രമം ഓഫ് ഓൾ ദ ഹയർ ഓർഗനൈസേഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ ഒരു സ്ഥിരമായ കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് പുതിയ മെത്തേഡ്സും പുതിയ പ്രൊസീജിയേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് നിലവിലുള്ള ഡേറ്റയെ നമുക്ക് നല്ല മീനിങ്ഫുള്ളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഓരോ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെയും ആക്ടിവിറ്റീസിനെ നമുക്ക് റിവ്യൂ ചെയ്യാനും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ എഫക്റ്റീവ്നെസ്സിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുള്ളൂ. മാത്രമല്ല അവരുടെ ഓപ്പറേഷൻസിലെ ഇക്കോണമി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ നല്ലൊരു പ്രോഗ്രാം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. ഒരു ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലേ ഈ ഡേറ്റ ഉപയോഗിച്ച് കൃത്യമായ പെർഫോമൻസ് റിപ്പോർട്ടിംഗ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ ഫോർ പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the last condition is proper classification of public expenditure. So last condition for the success of performance budgeting is proper classification of public expenditure. So we know that there are many types of expenditure of the government.
ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, കറണ്ട് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം കറണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യണം, കൃത്യമായിട്ട് നീതീകരിക്കപ്പെടണം. കൃത്യമായിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാമിനും, ബഡ്ജറ്റിലെ ഓരോ പ്രോഗ്രാമിനകത്തും നമ്മൾ ഈ ധാരാളം തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കുകയും ചെയ്യണം. അതിനെ അപ്പം ഓരോ പ്രോഗ്രാമിനെയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതായത് ക്യാപിറ്റൽ ഔട്ട്ലേ ഉണ്ടാവാം, കറണ്ട് ഔട്ട്ലേ ഉണ്ടാവാം. ആ ക്യാപിറ്റൽ ഔട്ട്ലേയും കറണ്ട് ഔട്ട്ലേയും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്യുകയും നമ്മൾ ഓരോ പ്രോഗ്രാമിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ബഡ്ജറ്റിലെ ഓരോ പ്രോഗ്രാമിനും കീഴിൽ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ മേ ബി മെനി ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, കറണ്ട് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്യുകയും കൃത്യമായി അവതരിപ്പിക്കുകയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രോഗ്രാമിനകത്തും ബഡ്ജറ്റിലെ ഓരോ പ്രോഗ്രാമിലും കൃത്യമായിട്ട് കാണിക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് അല്ലെങ്കിൽ കറണ്ട് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറയണം. അപ്പോൾ പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ടാവും. കറണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടും സെപ്പറേറ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കറണ്ട് എക്സ്പെൻഡിച്ചറും വ്യത്യാസമാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിലും പ്രോഗ്രാം ബഡ്ജറ്റിലും എന്താണ് ഇത് കൃത്യമായി സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും കാണിക്കേണ്ടത്. അതാണ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കറണ്ട് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ആ രണ്ട് എക്സ്പെൻഡിച്ചറും കൃത്യമായി എന്താണ് ഓരോ പ്രോഗ്രാംസിലും ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ കൃത്യമായി ക്ലാസിഫൈ ചെയ്ത് കാണിക്കണം എന്നാണ് വേറൊരു കണ്ടീഷൻ പറയുന്നത്. അങ്ങനെ ഇത്രയും 5 കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ് ഈസ് ദ വർക്ക് മാനേജ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡ്, റെക്കോർഡ് കീപ്പിംഗ് അലോങ് ഫങ്ഷണൽ ലൈൻസ്. Integration of budgeting and accounting classification. Organization for program management. And the last one is proper classification of public expenditure. Now we are moving on to advantages of performance budgeting. And the first important advantage is it helps administrators to prepare the budget on the basis of what they hope to accomplish. അതായത് ഓരോ ഭരണകർത്താക്കൾക്കും അവർ നേടാൻ ആഗ്രഹിക്കുന്ന എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നേടിയെടുക്കാൻ അവർ അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇറ്റ് ഹെൽപ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു പ്രിപ്പയർ ദ ബഡ്ജറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് വാട്ട് ദേ ഹോപ്പ് ടു അക്കംപ്ലിഷ്. Second, it serves as a tool for reviewing efficiency of existing operations and their results and as a system of feeding the data for planning future services. അപ്പോൾ നിലവിലുള്ള ഓപ്പറേഷൻസിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത മനസ്സിലാക്കാനും അതുവഴി എന്താണ് നമുക്ക് ഫ്യൂച്ചറിലുള്ള എന്താണ് പ്ലാനിങ് നടപ്പിലാക്കാനും അത് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ഫീഡ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ എന്താണ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത മനസ്സിലാക്കാനും സഹായിക്കുന്നു. മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്താണ് ഫ്യൂച്ചർ പ്ലാനിങ് ആക്ടിവിറ്റീസിൻ്റെ പ്ലാനിങ് സർവീസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ ഫീഡിങ്ങിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. തേർഡ്, ഇറ്റ് അപ്ഗ്രേഡ്സ് ബഡ്ജറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിലെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയാണ്? ബൈ ത്രോയിങ് അപ്പ് ദ റിക്വസിറ്റ് ഇൻഫർമേഷൻ ഓൺ കോസ്റ്റ് ആൻഡ് വർക്ക് കംപ്ലീറ്റ്മെൻറ്റ്സ് അപ്രോപ്രിയേറ്റ് ഫോർ വേരിയസ് ലെവൽസ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഓരോ ഓപ്പറേഷൻസിന് ആവശ്യമായ കോസ്റ്റും എത്രയാണ്, അതിൻ്റെ വർക്ക് അക്കംപ്ലിഷ്മെൻറ്റ്സ് എത്രയാണ്, എത്രത്തോളമാണ് ആ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ബഡ്ജറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഓരോ ബഡ്ജറ്റിൻ്റെയും കോസ്റ്റും അതായത് നമുക്ക് തന്നെ വർക്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതിൻ്റെ അതായത് എത്ര നേടിയെടുത്തു എന്നുള്ളതിൻ്റെയും കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് എന്തിനു സഹായിക്കുന്നു, നമ്മുടെ ബഡ്ജറ്റ് മേക്കിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ it is an excellent instrument for translating long-term plans and programs into reality. long-term plans and programs അതായത് ദീർഘകാലത്തേക്കുള്ള പ്ലാനുകളും പ്രോഗ്രാമുകളും എന്താണ് ഒരു റിയാലിറ്റി ആക്കി തീർക്കാനായിട്ട് ഒരു നല്ലൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു എന്താണ് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ലോങ് ടേം പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ റിയാലിറ്റി. അപ്പോൾ നമ്മൾ ദീർഘകാലത്തേക്കുള്ള പ്ലാനുകളെയും പ്രോഗ്രാമുകളെയും ഒരു റിയാലിറ്റി ആക്കി തീർക്കാനായിട്ട് സഹായിക്കുന്നു? പെർഫോമൻസ് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു. ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ആൻഡ് യെറ്റ് അനദർ ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ഈസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. സീറോ ബേസ് മീൻസ്
വിത്തൗട്ട് എനി ബേസ് ഓർ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം എ സ്ക്രാച്ച്. നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ക്രാച്ചിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഈസ് എ കോൺസെപ്റ്റ് which is associated with Peter A. Fire. So he was the most important writer who wrote on zero-based budgeting, Peter A. Fire. So he describes zero-based budgeting as a concept, as an operation, planning and budgeting process that requires each manager to justify a budget request in detail from scratch. അപ്പം ദിസ് ഈസ് ഡിഫൈൻഡ് ഓർ ദിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ദാറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. അതായത് എന്താണ്, ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ് അല്ലേ. ദാറ്റ് റിക്വയർസ് ഈച്ച് മാനേജർ ടു ജസ്റ്റിഫൈ ദ ബഡ്ജറ്റ് റിക്വസ്റ്റ് ഇൻ ഡീറ്റെയിൽ ഫ്രം സ്ക്രാച്ച്. അതായത് ഓരോ മാനേജരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാനേജേഴ്സ് എന്താണ് അവരുടെ ബജറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്, അവരുടെ ബജറ്റിനെ നീതീകരിക്കുകയാണ്, ബജറ്റിനുള്ള റിക്വസ്റ്റിനെ നീതീകരിക്കുകയാണ്. എങ്ങനെയാണ്? വളരെ വ്യക്തമായി നീതീകരിക്കണം. ഫ്രം എ സ്ക്രാച്ച്. എന്തിൽ നിന്നാണ്? ഫ്രം സീറോയിൽ നിന്ന് തുടങ്ങണം അവർ. അവരുടെ ഒരു ബജറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സും അവരുടെ ബജറ്റിനെ നീതീകരിക്കുന്നത് എവിടെ നിന്നായിരിക്കണം? ഫ്രം എ സ്ക്രാച്ച്, ഫ്രം എ സീറോ. That is described as a concept as an operation planning and budgeting process. Operation planning and budgeting process ഒരു ബജറ്റിംഗ് പ്രോസസ്സാണ്. ദാറ്റ് റിക്വയർസ് ഈച്ച് മാനേജർ ടു ജസ്റ്റിഫൈ എ ബജറ്റ് റിക്വസ്റ്റ് ഇൻ ഡീറ്റെയിൽ ഫ്രം സ്ക്രാച്ച്. അതായത് ഓരോ മാനേജറും അയാളുടെ ബജറ്റിൻ്റെ റിക്വസ്റ്റ് വളരെ വ്യക്തമായി ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ, ഒരു സീറോയിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബജറ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സീറോ ബേസ് ബജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബജറ്റ് യൂണിറ്റ്, ഇപ്പോൾ ഒരു ബജറ്റ് യൂണിറ്റിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും വിശകലനം ചെയ്യും ആദ്യം. അത് ഇവാലുവേറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ വർഷവും അതിനെ നീതീകരിക്കുകയാണ്. അതായത് ഓരോ വർഷവും അഡീഷണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ളതല്ല പറയുന്നത്. ഓരോ വർഷം പുതിയതായിട്ട് അഡീഷണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അല്ല ആവശ്യപ്പെടുന്നത്. അവരുടെ എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് അത് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രം സീറോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഓരോ വർഷം അവർക്ക് നിലവിലുള്ളതിന് എത്ര വർധനവ് വേണം എന്നല്ല പറയുന്നത്, എത്ര ഇൻക്രീസ് ചെയ്യണമെന്നല്ല, എത്ര അഡീഷണൽ റിക്വയർമെൻറ്റ് വേണമെന്നല്ല പറയുന്നത്. ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം എ സ്ക്രാച്ച്, ഫ്രം സീറോ. അതായത് അവരുടെ ബജറ്റിലുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് പറയുന്നത്? വി ആർ സെയിങ് ഫ്രം സീറോയിൽ നിന്ന് പറയാണ്. അഡീഷണൽ ആയിട്ട് ഇത്ര വേണം എന്നല്ല പറയുന്നത്, ഓരോ വർഷം ഇത്രയായിട്ട് അഡീഷണൽ ആയിട്ട് വേണം എന്നല്ല പറയുന്നത്. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം എ സ്ക്രാച്ച്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ ബജറ്റ് റിക്വസ്റ്റ്, അവരുടെ ബജറ്റിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ബോട്ടം ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അതനുസരിച്ച് ബോട്ടം ലെവലിൽ നമ്മളുടെ റിക്വസ്റ്റ് പറയുകയാണ്, അതനുസരിച്ച് റിസോഴ്സിനെ നമ്മൾ അലൊക്കേറ്റ് ചെയ്യും. അതാണ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വി ആർ ഗിവിങ് നോ കൺസിഡറേഷൻ ടു പാസ്റ്റ് ഓർ പ്രസൻറ്റ്. അപ്പോൾ പാസ്റ്റിനോ അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥയ്ക്കോ മുമ്പ് എത്ര കൊടുത്തോ അതൊന്നും നമ്മൾ പരിഗണിക്കില്ല. അപ്പോൾ എനി പ്രോഗ്രാം മേ ബി ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ പാസ്റ്റോ പ്രസൻറ്റോ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. ദ ബജറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഹോൾ ആൻഡ് അഫ്രഷ് ഫ്രം സീറോ ബേസ്. അപ്പോൾ ബജറ്റ് എന്താണ്, ഒരു മൊത്തം പ്രോസസ്സായിട്ടാണ് നമ്മൾ കഴിയുന്നത്. ഒരു സീറോയിൽ നിന്ന് അല്ലെങ്കിൽ സീറോ ബേസിൽ നിന്നാണ്, സീറോയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ബജറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തെ നമ്മൾ പറയുന്നത് സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ സീറോ ബേസ്ഡ് ബജറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ദിസ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് സ്റ്റാർട്ട്സ് ബൈ ഐഡൻറ്റിഫൈങ് ദ ഡിസിഷൻ യൂണിറ്റ്സ് ആൻഡ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലുള്ള ഡിസിഷൻ യൂണിറ്റുകളെ, ഓരോ യൂണിറ്റുകളെയും മനസ്സിലാക്കും. എന്നിട്ട് എന്താണ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആസ് എസ്റ്റാബ്ലിഷ് ബൈ ദ മാനേജ്മെൻറ്റ് ടു ദ ഡിസിഷൻ യൂണിറ്റ് ഹെഡ്സ്. എന്നിട്ട് ഈ ഡിസിഷൻ യൂണിറ്റ് ഹെഡുകൾക്ക് കൊടുത്തിട്ടുള്ള ഓരോ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കും. അപ്പം ആദ്യം ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മാത്രമല്ല എന്താണ്, ഈ മാനേജ്മെൻറ്റ് ഡിസിഷൻ യൂണിറ്റ് ഹെഡുകൾക്ക് കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ എന്നിട്ട് ഈ ഡിസിഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ സബ് ഡിവിഷൻ യൂണിറ്റാണ്, ഒരു സബ് ഡിവിഷൻ ആയിരിക്കും. അതായത് ഈ ഒരു പെർട്ടിക്കുലർ അലോക്കേഷൻ, ഒരു റിസോഴ്സസിൻ്റെ വിഭവങ്ങൾ നീക്കി വെക്കുന്നത് ഒരു ഡിസിഷൻ യൂണിറ്റാണ്. ആ ഡിസിഷൻ യൂണിറ്റിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് ഈ വിഭവങ്ങളെ നീക്കി വെക്കണമെന്ന് പറയുന്നത്. ആ വിഭവങ്ങൾ നീക്കി വെക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ആ ഓർഗനൈസേഷൻ്റെ സബ് ഡിവിഷനാണ് ഒരു ഡിസിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓർഗനൈസേഷനാണ് ഈ ഓരോ റിസോഴ്സസും എങ്ങനെ അലൊക്കേറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത്. അവർക്ക് കിട്ടുന്ന റിസോഴ്സ് അലൊക്കേഷൻ തീരുമാനിക്കുന്ന ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള സബ് ഡിവിഷനെയാണ് നമ്മൾ ഡിസിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ ഡിസിഷൻ യൂണിറ്റിൻ്റെയും ബജറ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഒരു മൊത്തത്തിലുള്ള ഡിസിഷൻ പാക്കേജായിട്ട് രൂപവൽക്കരിക്കും. അപ്പോൾ ഓരോ ഡിസിഷൻ യൂണിറ്റുകളുണ്ടാവും, അപ്പോൾ അവരുടെയൊക്കെ ബജറ്റ് റിക്വസ്റ്റ് ഉണ്ടാവും. അതൊരു ഒരു ഡിസിഷൻ പാക്കേജിൻ്റെ ഒരു ശ്രേണിയായിട്ട് രൂപീകരിക്കും. എന്നിട്ട് ഈ ഡിസിഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന നിലവിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഇനി നമുക്ക് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, എത്രയാണ് ഫണ്ടിങ്, ഓരോ ഡിസിഷൻ യൂണിറ്റിന് എത്ര ഫണ്ടിങ് വേണം, അതൊക്കെയാണ് ഈ ഡിസിഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസിഷൻ പാക്കേജിനകത്ത് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അവരെന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്യാൻ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രയാണ് ഫണ്ടിങ്, എത്രയാണ് വേണ്ടത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജിനെയാണ്, അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഡിസിഷൻ പാക്കേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഡിസിഷൻ പാക്കേജിനകത്തും കൃത്യമായി എത്ര ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അവർക്ക് ആവശ്യമാണോ, അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്ന, അതായത് മിനിമം ഇത്ര വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ റെഡ്യൂസ്ഡ് ലെവൽ ഇത്രയും വേണം, കറണ്ട് ലെവലാണെങ്കിൽ ഇത്രയും വേണം, ഇമ്പ്രൂവ്ഡ് ലെവൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ ഇത്രയും വേണം, എത്രയാണ് അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഡിസിഷൻ പാക്കേജിനകത്ത് ഉണ്ടാവണം. ദാറ്റ് ഷുഡ് റെപ്രസെൻറ്റ് വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ഓപ്പറേഷൻ, എത്രയാണ് വേണ്ടത്, മിനിമം ലെവൽ എത്രയാണ്, റെഡ്യൂസ്ഡ് ലെവൽ കുറച്ചുകൂടെ കുറച്ചാൽ എത്ര വേണ്ടി വരും, കറണ്ട് ലെവലിൽ തന്നെ ഉപയോഗിക്കഴിഞ്ഞാൽ എത്ര വേണം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ലെവലിൽ ഉപയോഗിക്കഴിഞ്ഞാൽ എത്ര വേണം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് അതിനകത്ത് ഡിസിഷൻ പാക്കേജിനകത്ത് ഉണ്ടാവണം. അപ്പം ഈ ഓരോ ഡിസിഷൻ യൂണിറ്റിൻ്റെ ഹെഡാണ് ഈ ഡിസിഷൻ പാക്കേജിൻ്റെ റാങ്കിങ് തീരുമാനിക്കുന്നത്. ഓരോ ഡിസിഷൻ പാക്കേജിൻ്റെ റാങ്കിങ് തീരുമാനിക്കുന്നത് ഓരോ ഡിസിഷൻ യൂണിറ്റ് ഹെഡ് തീരുമാനിച്ചതിന് ശേഷം ഇത് ഹയർ മാനേജ്മെൻറ്റിനായിട്ട് കൊടുക്കും. ആ ഹയർ മാനേജ്മെൻറ്റാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലും ഈ ഫൈനൽ റാങ്കിങ് നടത്തുന്നതും അതനുസരിച്ച് ബജറ്റ് പ്രപ്പോസൽ നൽകുകയും ചെയ്യും. അങ്ങനെയാണ് സംവിധാനം. അപ്പോൾ ഓരോ ഡിസിഷൻ പാക്കേജ് ഓരോ ഡിസിഷൻ യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും, അവരുടെ ഡിസിഷൻ യൂണിറ്റ് ഹെഡ് കംപ്ലീറ്റ് ചെയ്യും, അത് റാങ്കിങ് നടത്തും, എന്നിട്ടത് ഹയർ മാനേജ്മെൻറ്റിന് കൊടുക്കും. ഹയർ മാനേജ്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ഈ ഫൈനൽ റാങ്കിങ് നടത്തുന്നത്, എന്നിട്ട് ബജറ്റ് പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യും. അതാണ് ഈ സീറോ ബേസ് ബജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സാണ് പറയുന്നത്. ഒരു സീറോ ബേസ് ബജറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമ്മൾ കൃത്യമായി നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. സെക്കൻഡ്, എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. നിലവിലുള്ള സ്ട്രക്ചർ എന്താണ്, ഘടന എന്താണ്, നിലവിലുള്ള അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണ്, നിലവിലുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് പരിശോധിക്കുന്നു. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ യൂണിറ്റ്സ്. നേരത്തെ പറഞ്ഞ കണക്ക് ഡിസിഷൻ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസിഷൻ പാക്കേജുകൾ തീരുമാനിക്കുന്നു. പിന്നെ റിവ്യൂ ആൻഡ് റാങ്കിങ് ഓഫ് ഡിസിഷൻ പാക്കേജസ്. അടുത്തതായിട്ട് ഡിസിഷൻ പാക്കേജ് റാങ്ക് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലൈസേഷൻ ഓഫ് ബജറ്റ് പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യുന്നു. പ്രിപ്പറേഷൻ ഓഫ് ദ ബജറ്റ് നടപ്പിലാക്കണം. ഇതാണ് പ്രധാനമായിട്ടും സീറോ ബേസ് ബജറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നു. എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ്. നിലവിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ യൂണിറ്റുകൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. എന്നിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസിഷൻ പാക്കേജുകൾ ഉണ്ടാക്കുന്നു. റിവ്യൂ ആൻഡ് റാങ്കിങ് ഓഫ് ഡിസിഷൻ പാക്കേജസ്. ഈ ഡിസിഷൻ പാക്കേജുകൾ റാങ്ക് ചെയ്യുന്നു. ഫൈനലൈസേഷൻ ഓഫ് ബജറ്റ് പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യുന്നു. പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫോക്കസ് ദ ബജറ്റ് ഓൺ എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് പ്രയോറിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ്. അപ്പോൾ ഈ സീറോ ബേസ് ബജറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫോക്കസ് ദ ബജറ്റ് ഓൺ എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് പ്രയോറിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ്. അതായത് ഒരു ഡിസിഷൻ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രയോറിറ്റീസ് എന്താണ്, അവരുടെ ലക്ഷ്യം, അവരുടെ എന്താണ്, അവർ പ്രാധാന്യം കൊടുക്കുന്ന എന്തൊക്കെ മേഖലകളാണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതിന് ഫോക്കസ് കൊടുക്കും കൂടുതലായിട്ട്. എന്തൊക്കെയാണ് അവരുടെ പ്രയോറിറ്റീസ്, എന്തൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് കൃത്യമായ ഒരു സമഗ്രമായ ഒരു അനാലിസിസാണ് ഏതിൽ നടത്തുന്നത്, ഈ സീറോ ബേസ് ബജറ്റിങ്ങിൽ നടത്തുന്നത്. അതാണ് പ്രധാനപ്പെട്ട മെറിറ്റായിട്ട് പറയുന്നത്. ഇറ്റ് വിൽ ഫോക്കസ് ദ ബജറ്റ് ഓൺ എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് പ്രയോറിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ്. ദെൻ ഇറ്റ് വിൽ പ്രൊവൈഡ് എ കൊഹറൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് ബജറ്റിംഗ്. പ്ലാനിങ്ങും ബജറ്റിങ്ങും തമ്മിൽ കൃത്യമായ ഒരു ലിങ്ക്, ഒരു കണക്ഷൻ നൽകാനായിട്ട് ഈ സീറോ ബേസ് ബജറ്റിംഗ് സഹായിക്കുന്നു. പിന്നെ ഇറ്റ് വിൽ റേസ് കോസ്റ്റ് കോൺഷ്യസ്നെസ് ആൻഡ് കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ഇവാലുവേറ്റ് ഇൻ ഡീറ്റെയിൽ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദെയർ ഓപ്പറേഷൻസ്. അപ്പം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൃത്യമായിട്ട് എന്താണ്, ഈ ചിലവിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും. മാത്രമല്ല ആ ഓരോ ഓപ്പറേഷൻസിൻ്റെയും കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ഓരോ ഓപ്പറേഷൻസിൻ്റെയും എന്താണ് കോസ്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ
അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ എക്സ്പാൻഡ് എക്സിക്യൂട്ടീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ബജറ്റിംഗ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഓരോ ഓഫീസേഴ്സിൻ്റെയും ഓരോ മാനേജ്മെൻറ്റിലെയും എല്ലാ ലെവലിലുള്ള മാനേജ്മെൻറ്റിലെയും എല്ലാ എക്സിക്യൂട്ടീവുകളുടെയും എല്ലാ ഓഫീസേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. പിന്നെ ഇറ്റ് പ്രൊവൈഡ് ആൻ ഒബ്ജക്റ്റീവ് ബേസിസ് ടു റെഡ്യൂസ് or eliminate പ്രോഗ്രാംസ് വിച്ച് ഹാവ് outlived their utility and expand high impact പ്രോഗ്രാംസ്. അതായത് ഓൾറെഡി ഉപയുക്തത നഷ്ടപ്പെട്ട പ്രോഗ്രാംസിനെ ഇല്ലാതാക്കാനും നല്ല ഇമ്പാക്റ്റുള്ള പ്രോഗ്രാംസിനെ നടപ്പിലാക്കാനും നല്ലൊരു ബേസിസ്, നല്ലൊരു അടിസ്ഥാനം നൽകാൻ ഈ സീറോ ബേസ് ബജറ്റിംഗ് സഹായിക്കുന്നു. പ്രൊഡ്യൂസ് ബെറ്റർ ഇൻഫർമേഷൻ ആൻഡ് സബ്സിക്വൻ്റ്ലി ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. നല്ല കൃത്യമായ ഇൻഫർമേഷൻ തരുന്നതിലൂടെ നമ്മുടെ ഫണ്ടുകളെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്യാനും സഹായിക്കുന്നു സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കുക, കേൾക്കുക.